സ്റ്റാൻലി സാർ നമസ്കാരം. നമസ്കാരം. ഇന്ന് ഇന്ത്യയാകെ ചർച്ച, ഇന്നലെ രാവിലെ മുതൽ ഏതാണ്ട് ഒരാഴ്ചക്ക് മുമ്പ് തന്നെ തുടങ്ങിയതാണ് നമ്മുടെ ബജറ്റിനെ കുറിച്ചുള്ള ചർച്ച. ശ്രീമതി നിർമ്മല സീതാരാമൻ എന്ന നമ്മുടെ ആദരണീയായ ധനകാര്യമന്ത്രി പാർലമെൻറ്റിൽ അവതരിപ്പിച്ച ബജറ്റ് സമ്മിശ്ര പ്രതികരണങ്ങൾക്ക് ഇടയാക്കിയിട്ടുണ്ട്. യഥാർത്ഥത്തിൽ നമ്മുടെ പ്രതിപക്ഷവും നമ്മുടെ മാധ്യമങ്ങളും ഏറെക്കുറെ അതിൻ്റെ മെറിറ്റിനെ കാണുന്നതിലേറെ അതിനെതിരായുള്ള വിമർശനങ്ങളാണ് ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. ചരിത്രത്തിലാദ്യമായി ഒരു ബജറ്റിനെതിരായി സമരം പോലും ഇന്ന് നമ്മുടെ പാർലമെൻറ്റിൽ പ്രതിപക്ഷം ആരംഭിക്കുകയാണ്. ഈ പശ്ചാത്തലത്തിൽ സ്റ്റാൻലി സാറിനോട് എനിക്ക് ചോദിക്കാനുള്ളത്, ഈ ബജറ്റിനെതിരായി വന്ന വിമർശനങ്ങൾ, ആ വിമർശനങ്ങളോടുള്ള പ്രതികരണം, അങ്ങയുടെ പ്രതികരണം എടുക്കാനാണ് ഞാൻ ഈ അല്പസമയം ഇരിക്കുന്നത്. പ്രധാനപ്പെട്ട ആരോപണം ആദ്യം എടുക്കാം. അത് ഈ ഗവൺമെൻറ്റിനെ താങ്ങി നിർത്തുന്നു എന്ന് പ്രതിപക്ഷവും മാധ്യമങ്ങളും പറയുന്ന പ്രധാനപ്പെട്ട രണ്ട് സംസ്ഥാനത്തെ രണ്ട് രാഷ്ട്രീയ പാർട്ടികൾ, ഒന്ന് ബീഹാറിലെ നിതീഷ് കുമാറും ആന്ധ്രാപ്രദേശിലെ ചന്ദ്രബാബു നായിഡുവും. ഈ രണ്ടുപേരും പ്രത്യേക സംസ്ഥാന സ്റ്റാറ്റസ് ചോദിച്ചവരാണ്. പക്ഷേ അത് കൊടുക്കുകയില്ല എന്ന് തീരുമാനിക്കുകയും വളരെ ബോൾഡായി നമ്മുടെ ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സിനെയൊക്കെ തീരുമാനിച്ചപ്പോൾ അവർക്ക് അസാധാരണമായ പ്രാധാന്യം ഒന്നും കൊടുക്കാതെ എല്ലാ പ്രധാനപ്പെട്ട വകുപ്പുകളും BJPയുടെ കയ്യിൽ വെച്ചുകൊണ്ട് വളരെ വളരെ ധീരമായൊരു നിലപാടാണ് കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിച്ചത്. പക്ഷേ അതെങ്ങനെയാണ് മാനേജ് ചെയ്തത് എന്ന് ഇപ്പോൾ ബോധ്യമായി എന്നാണ് മാധ്യമങ്ങൾ പറയുന്നത്, പ്രതിപക്ഷം പറയുന്നത്. ഈ ബജറ്റിൻ്റെ ഏറിയ കൂറും വലിയ മേജർ പോർഷൻ രണ്ട് സംസ്ഥാനങ്ങളിലെ സ്പെഷ്യൽ പാക്കേജുകളാക്കി കൊടുത്തിരിക്കുന്നു. അത് ആന്ധ്രയ്ക്കും ബീഹാറിനുമാണ്. ഈ ആരോപണത്തെ സാർ എങ്ങനെയാണ് നിരീക്ഷിക്കുന്നത്? രണ്ട് രീതിയിലാണ്. ഒന്ന്, ഈ ശ്രീമതി നിർമ്മല സീതാരാമൻ ഡിഫൻസ് വകുപ്പിൽ നിന്നും ധനകാര്യ വകുപ്പിലേക്ക് വന്നപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആക്രമണം അവർ പെർഫോം ചെയ്യാൻ തുടങ്ങുന്നതിന് മുമ്പിൽ തന്നെ അവരെ വ്യക്തിപരമായിട്ടും അവരുടെ കരിയർ വൈസും അക്കാഡമിക് വൈസും എല്ലാം ആക്രമിച്ചുകൊണ്ട് ഇന്ത്യയുടെ മുൻ ധനകാര്യമന്ത്രിമാർ, മുൻ റിസർവ് ബാങ്ക് ഗവർണർമാർ, സ്വയം പ്രഖ്യാപിത സാമ്പത്തിക വിദഗ്ധർ, അങ്ങനെ ഒരു ഇന്ത്യയിലെ മുഴുവൻ മീഡിയയും, അങ്ങനെ അവർക്കെതിരെ ഒരു വലിയ യുദ്ധമാണ് ഉണ്ടായത്. അങ്ങനെ അതിന്റെ കാരണം എന്തായിരുന്നു വെച്ചാൽ, ഇതിനു മുമ്പ് അത് ചെയ്തുകൊണ്ടിരുന്നത് ഇന്ദിരാഗാന്ധിയാണ്. ഇന്ദിരാഗാന്ധിയുടെ ഒപ്പം ഇന്ത്യൻ പെണ്ണുങ്ങൾക്ക്, മൈമുന ബീഗത്തിന്റെ ഒപ്പം ഇന്ത്യൻ പെണ്ണുങ്ങൾക്ക് വരാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ അതിലുള്ള ഒരു ദണ്ണം, ഈ മൈമുന ബീഗത്തിന്റെ ഒപ്പം വേറൊരു ഇന്ത്യൻ പെണ്ണ് ഇരിക്കുന്നതിലുള്ള ഒരു ദണ്ണം ഇവിടുത്തെ കോൺഗ്രസും ഇവിടുത്തെ ആൾക്കാരും എല്ലാം കൂടെ ഈ നിർമ്മലാജിക്കെതിരെ ഉണ്ടായിരുന്നു. പക്ഷേ കോവിഡിന്റെ സമയത്തും അതിനുശേഷമൊക്കെ വളരെ കൃത്യമായിട്ട് ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച ധനകാര്യ മാനേജ്മെന്റിലൂടെയാണ് ഇന്ത്യ ഇന്ന് ഇത്രയും നല്ലൊരു ധനകാര്യമായിട്ടുള്ള, അതായത് പ്രോഗ്രസ്സിലേക്ക്, ധനകാര്യ സ്ഥിതിയിലേക്ക് എത്തിയത്. മാത്രമല്ല ആഭ്യന്തര കടമെന്ന് പറയുന്നത് കുറഞ്ഞിപ്പോൾ 4.5 കൊണ്ടിരുന്ന ലെവലിലോട്ട് കാര്യങ്ങൾ മാറി. ആഭ്യന്തര കടം കൊണ്ട് മുടിഞ്ഞു പോയ രാജ്യമായി ഇന്ത്യ. ആഭ്യന്തര കടം കൊണ്ടും അല്ലാതെയുള്ള കടങ്ങൾ കൊണ്ടും ഗവൺമെന്റ് ബോറോയിങ്ങിൽ മുടിഞ്ഞു പോയ രാജ്യമാണ്. അവിടുന്നാണ് ഇപ്പോൾ ഈ ലെവലിലേക്ക് ഇന്നിപ്പോൾ എല്ലാം മിച്ചമാണ് നമുക്ക്. അപ്പോൾ അങ്ങനെ മിച്ചം പൈസ വന്നു കഴിഞ്ഞപ്പോൾ അതിനെ ഉപയോഗിക്കുന്നത് കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ള മേഖലകളിലാണ്. ഇത് മാത്രമല്ല, ഇവർ പറയുന്ന ഈ സ്പെഷ്യൽ പാക്കേജും സ്പെഷ്യൽ സ്റ്റാറ്റസും രണ്ടാണ്. സ്പെഷ്യൽ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് 370 പ്രകാരം കാശ്മീരിനാണ് കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ അവിടുത്തെ കാര്യങ്ങൾ ഓഡിറ്റ് ചെയ്യാനോ, മാത്രമല്ല ഇന്ത്യയുടെ നിയമങ്ങൾ അനുസരിച്ചുള്ള, ഇപ്പോൾ അതിൻ്റെ അകത്ത് പ്രൊപ്പോർഷൻ ഉണ്ട്, പട്ടികജാതി പട്ടികവർഗത്തിനും പിന്നോക്കക്കാർക്കും ഉള്ള ആനുകൂല്യങ്ങളുണ്ട്. അതുപോലെ തന്നെ ഇതിനെതിരെ എന്തെങ്കിലും അഴിമതി നടന്നാൽ അന്വേഷിക്കാനുള്ള പ്രൊവിഷൻ ഉണ്ട്. അപ്പൊ അതെല്ലാം മാറ്റിമറിച്ചുകൊണ്ട് ഈ 1950 തുടങ്ങി 2014 വരെ 370-35 സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നവരാണ് ഈ പ്രതിപക്ഷം. കൃത്യമായ വിവേചനം ഇന്ത്യയിലെ ബാക്കിയുള്ള 27 സ്റ്റേറ്റിനോടും കാണിച്ച് കാശ്മീരിനെ മടി വെച്ച് താലോലിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നിട്ടാണ് ഇപ്പൊ പറയുന്നത് അത് പറ്റത്തില്ല എന്ന്. യഥാർത്ഥത്തിൽ ബീഹാറും ആന്ധ്രയും ചോദിച്ചത് എന്തുവാ? 370 കൊടുത്തോ? ഇല്ല, 370 കൊടുത്തില്ല. പകരം എന്താണ് ചെയ്തത്? ഓക്കെ, നിങ്ങൾ പ്രോജക്റ്റ് ഉണ്ടായി കൊണ്ടുപോകാം, നിങ്ങൾ ഗവൺമെന്റിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, നിങ്ങൾ പ്രോജക്റ്റ് ഉണ്ടായി കൊണ്ടുപോകാം, വികസന പ്രവർത്തനങ്ങൾ. ഈ ബീഹാറിൽ കൂടെ പോകുന്ന റോഡിൽ കൂടെ ബീഹാറുകാരൻ മാത്രമല്ല പോകുന്നത്. അവിടെ ഏതെങ്കിലും ഇൻഫ്ര ഉണ്ടായാൽ അത് രാജ്യത്തിന്റെ ഇൻഫ്രയാണ്. ആന്ധ്രയിൽ ഉണ്ടായാലും അത് തന്നെയാണ്. പിന്നെ ഈ രണ്ട് സ്റ്റേറ്റും പിന്നോക്ക സ്റ്റേറ്റ് ആണ്. അവരുടെ ആവശ്യങ്ങൾക്ക് ഇപ്പൊ ആന്ധ്ര ഉണ്ടാക്കിയപ്പം UPA പറഞ്ഞിരുന്നു അവർക്കൊരു തലസ്ഥാനം ഉണ്ടാക്കി കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നു. അത് അവരുടെ ആ സ്റ്റേറ്റിനെ വിഭജിച്ച് തെലങ്കാനയ്ക്ക് ഈക്വലന്റ് ആയിട്ട് ഇവരെ ആക്കാനുള്ള പരിപാടി. പക്ഷേ ഈ പറഞ്ഞതല്ലാതെ അമരാവതി എന്ന് പറഞ്ഞ ഒരു തലസ്ഥാനം ഉണ്ടാക്കാനുള്ള പരിപാടി കേന്ദ്രം സഹായിച്ചില്ല എന്ന് മാത്രമല്ല, ചന്ദ്രബാബു നായിഡുവിനെയും നിതീഷിനെയും ഇവർ പറ്റിച്ചു.
രണ്ടുപേരോടും രണ്ടാൾക്കാരെ വിട്ട് പറഞ്ഞു നിങ്ങളെ പ്രധാനമന്ത്രിയാക്കാമെന്നും പറഞ്ഞു. ഇവരെ രണ്ടുപേരെ 2019 കോൺഗ്രസ് നല്ലപോലെ പറ്റിച്ചതാണ്. ഈ UPA മാഫിയ നല്ലപോലെ പറ്റിച്ചാണ്. ഏകദേശം 10ഓളം നേതാക്കന്മാരോടാണ് 2019 പപ്പുവും കോൺഗ്രസും പറഞ്ഞ് നിങ്ങൾ പോരെ, നിങ്ങളെ പ്രധാനമന്ത്രിയാക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഒത്തിരി പേര് പ്രധാനമന്ത്രിയാകാൻ പോയി. അവസാനം ഒന്നും നടന്നില്ല. ഇപ്രാവശ്യം എന്ത് ചെയ്തു? ആ പരിപാടി നടത്തിയില്ല. ഇപ്രാവശ്യം പറഞ്ഞു നിങ്ങൾ ചോദിക്കുന്നത് എന്നും തരാം, കോൺഗ്രസിന് പ്രധാനമന്ത്രി സ്ഥാനം വേണമെന്നും പറഞ്ഞാണ് മത്സരിച്ചത്. പക്ഷേ കിട്ടിയില്ല. ഇവരോട് അവസാന നിമിഷം പറഞ്ഞു നിങ്ങളെ പ്രധാനമന്ത്രിയാക്കാൻ നിങ്ങൾ കാല് മാറി ഇപ്പുറത്ത് വരാൻ പറഞ്ഞു. അത് നായിഡുവും നിതീഷും പോയില്ല. പിന്നെ BJPയെ സംബന്ധിച്ചിടത്തോളം BJP കൃത്യമായിട്ട് പറഞ്ഞു 370 എന്ന് പറയുന്ന കാര്യത്തിൽ ചർച്ചയേ ഇല്ല. അത് ഒരു സ്റ്റേറ്റിനും കൊടുക്കത്തില്ല, സ്പെഷ്യൽ സ്റ്റാറ്റസ് കൊടുക്കത്തില്ല. നിങ്ങളുടെ പ്രോജക്റ്റ് ഉണ്ടെങ്കിൽ എടുത്തുകൊണ്ട് പോവാം. അത് നടപ്പാക്കാവുന്ന പ്രോജക്റ്റ് ആണെങ്കിൽ ആ തലസ്ഥാനം വേണം. അമരാവതി എന്ന് പറഞ്ഞ് അത് അതിനുള്ള വലിയ ചെലവുണ്ട്. ഒരു പുതിയ സംസ്ഥാനം ഉണ്ടാകുമ്പോൾ അതിന് തലസ്ഥാനം വേണം. ആ തലസ്ഥാനം ഹൈദരാബാദിനെ ഇതിൽ ലയിപ്പിച്ചു, തെലങ്കാനയിൽ ലയിപ്പിച്ചു. അപ്പൊ അതിനെ കോമ്പൻസേറ്റ് ചെയ്യണം. സോ അത് അവിടെ കൊടുത്തു. ബീഹാറിനെ സംബന്ധിച്ചിടത്തോളം ബീഹാറിൽ മദ്യനിരോധനവും അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് അവർക്ക് വരുമാനം കുറവുണ്ട്, അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. അപ്പൊ അതുകൊണ്ട് ആ ഒരു കാര്യവും ചെയ്തു. ഇനി അതവിടെ നിൽക്കട്ടെ, അതതിന്റെ ഇപ്പൊ മറ്റ് സ്റ്റേറ്റുകൾക്ക് കൊടുക്കുന്നു, അതിന്റെ അത് ബാലൻസ് ഇല്ല എന്നുള്ളത്. ഞാൻ ചോദിക്കട്ടെ, ഈ നെഹ്റു തുടങ്ങി മൻമോഹൻ സിംഗ് വരെയുള്ളവര് എല്ലാ സ്റ്റേറ്റും ബാലൻസ് ചെയ്താണോ കാര്യങ്ങൾ കൊടുത്തുകൊണ്ടിരുന്നത്? ഇവിടെ കേരളത്തിന് റെയിൽവേ സോൺ എന്നും പറഞ്ഞ് 1956 തുടങ്ങി ചോദിക്കുന്ന എന്തിയാ റെയിൽവേ സോൺ? കേരളത്തിലുണ്ടായിരുന്ന പാലക്കാട് ഡിവിഷനെ വിഭജിച്ച് സേലം ഡിവിഷൻ ഉണ്ടാക്കി. എന്നിട്ട് വല്ലതും കിട്ടിയോ? ഇല്ല. കേരളത്തിന്റെ എന്താണ് സംഭവിച്ചത്? ലാലുവും വേലുവും കൂടെ കേരളത്തിന്റെ റെയിൽവേയെ മൊത്തം നശിപ്പിച്ചു. ഒന്നും ചെയ്യാൻ പറ്റിയില്ല. കേന്ദ്ര ഗവൺമെന്റ് ആരോടും ദുഷ്ടതയൊന്നും പ്രവർത്തിച്ചിട്ടില്ല. 5 ബജറ്റ് ഉണ്ട്. ഇപ്രാവശ്യത്തേത് അര ബജറ്റാണ്. കാരണം ആദ്യത്തെ 6 മാസത്തെ ബജറ്റ് കഴിഞ്ഞ ഫെബ്രുവരിയിൽ അവതരിപ്പിച്ചു പോയതാണ്. ഇനിയുള്ളതെന്ന് പറയുന്നത് ബാലൻസ് മാർച്ച് 30 വരെയുള്ള, അതായത് 3rd ക്വാർട്ടറും 4th ക്വാർട്ടറും അവസാനത്തെ ഉള്ള ആ ഒരു 6 മാസത്തെ പരിപാടികൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ അര ബജറ്റ് ആയതുകൊണ്ട് ഗവൺമെന്റ് വലിയ പോളിസി ചേഞ്ചോ സ്ട്രക്ചറൽ റിഫോംസോ ഒന്നും നടത്തിയിട്ടില്ല. കഴിഞ്ഞ 6 മാസം നടത്തിയതിന്റെ ഒരു കണ്ടിന്യൂറ്റി. പിന്നെ ഇപ്പോഴത്തെ ഒരു വ്യത്യാസം, ടാക്സ് കറക്റ്റ് ആയിട്ട് പിരിക്കുന്നതുകൊണ്ട് കേന്ദ്രത്തിന്റെ പൈസ വരുന്നുണ്ട്, ഫണ്ട് വരുന്നുണ്ട്. ആ ഫണ്ട് എല്ലാ സ്റ്റേറ്റിനും കൊടുക്കേണ്ടത് കൊടുക്കുന്നുണ്ട്. പിന്നെ എക്സസ് ആയിട്ട് വരുന്ന ഫണ്ട് 2 സ്റ്റേറ്റുകൾക്ക് പ്രയോറിറ്റി കൊടുത്തു എന്നുള്ളതേ ഉള്ളൂ. ഇനി അതിന്റെ അകത്ത് ധാർമ്മികത ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല. ഈ ധാർമ്മികത ഇതിൻ്റെ അകത്ത് ഉണ്ടെങ്കിൽ അത് ചോദ്യം ചെയ്യാനുള്ള അവകാശം ഈ ഇന്ത്യ അലയൻസിലെ ഒരു പാർട്ടിക്കും ഇല്ല എന്നുള്ളതാണ്. സപ്പോസ് ഇപ്പം ഇതേ സമയത്ത് കോൺഗ്രസിന്റെ മന്ത്രിസഭയായിരുന്നെങ്കിൽ എന്തൊക്കെ കണ്ടേനെ, എന്തെല്ലാം പോരാട്ട നാടകങ്ങൾ കണ്ടേനെ, എന്തെല്ലാം സമ്മർദ്ദതന്ത്രങ്ങൾ കണ്ടേനെ. ഇപ്പൊ അതൊന്നുമില്ല. ഇനി വേറെ ഏതെങ്കിലും സ്റ്റേറ്റിന് എന്തെങ്കിലും ആവശ്യമുണ്ട്. ഇപ്പൊ കേരളം ഒരിക്കലും നടക്കുന്ന പ്രൊജക്റ്റുമായിട്ട് പോകത്തില്ല. കേരളം പോയിരിക്കുന്നത് നടക്കാത്ത പ്രൊജക്റ്റുകളുമായിട്ടാണ്. എന്താണ് സിൽവർ ലൈൻ, മറ്റേ എന്താ ട്രെയിനാണ്, ബുള്ളറ്റ് ട്രെയിൻ എന്നൊക്കെ പറഞ്ഞാണ് പോയിരിക്കുന്നത്. ഇതൊന്നും നടക്കുന്ന കാര്യമല്ല. അവിടെ അതിന് പൈസ ഉപയോഗിച്ചത് കളയേണ്ട ആവശ്യമില്ല. സാറേ ഒരു കാര്യം, നമ്മൾ ഈ സ്പെഷ്യൽ സ്റ്റാറ്റസ് എന്ന് ഈ ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ ചർച്ച ചെയ്യുന്നത് യഥാർത്ഥത്തിൽ ആർട്ടിക്കിൾ 370 എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. കാരണം 1969 മുതൽ സ്പെഷ്യൽ സ്റ്റാറ്റസ് പല കാരണങ്ങളാൽ, ഒന്ന് ഇത്രയും കാലമായിട്ട് വികസനത്തിൽ വളരെ പിന്നോക്കം നിൽക്കുന്ന സംസ്ഥാനങ്ങൾ, ഹില്ലി ഏരിയാസ്, ട്രൈബൽ ഏരിയാസ്, അതിർത്തി സംസ്ഥാനങ്ങൾ, അങ്ങനെയുള്ള എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു 11 സംസ്ഥാനങ്ങൾക്കോ മറ്റോ 1969 ശേഷം സ്പെഷ്യൽ സ്റ്റാറ്റസ് കൊടുത്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ അതിൻ്റെ തടസ്സം വന്നത് ധനകാര്യ കമ്മീഷൻ്റെ ഒടുവിലത്തെ ഉത്തരവാണ്, സ്പെഷ്യൽ സ്റ്റാറ്റസ് ഇനി വേണ്ട എന്ന് പറഞ്ഞതുകൊണ്ടായിരിക്കും. ഫലത്തിൽ ഞാൻ ചോദിക്കുന്നത്, ഫലത്തിൽ ഈ സ്പെഷ്യൽ സ്റ്റാറ്റസ് വേണ്ട എന്ന് പറഞ്ഞാലും ഇന്ത്യയിലെ മറ്റൊരു സംസ്ഥാനത്തിനും കിട്ടാത്ത പരിഗണന ഈ അര ബജറ്റിൽ ബീഹാറിനും ആന്ധ്രക്കും കൊടുത്തു എന്ന് സമ്മതിക്കുന്നതല്ലേ സാർ? അത് ശരി, ഞങ്ങൾ കൊടുക്കും, അവരത് അർഹിക്കുന്നുണ്ടെന്ന് പറയുന്നതാവില്ലേ ശരി? അതെ, അങ്ങനെ തന്നെയാണ്. അവർ അതിൻ്റെ അകത്ത് പ്രത്യേകിച്ച് തുണയൊന്നും പറഞ്ഞിട്ടില്ല. 2 പേർക്കും കൊടുത്തു. ആ 2 കക്ഷികളും സാറ്റിസ്ഫൈഡുമാണ്. കാരണം ഇത് ജനാധിപത്യമാണ്. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, മുസ്ലിം ലീഗിന്റെ പിന്തുണ കിട്ടാൻ വേണ്ടി എല്ലാവരുടെയും പൈസ എടുത്ത് സച്ചാർ എന്നും പറഞ്ഞ് കഴിഞ്ഞ 20 വർഷമായിട്ട് ഒരു കമ്മ്യൂണിറ്റിക്ക് മാത്രം കൊടുക്കുന്നുണ്ട്. അപ്പൊ ആന്ധ്രയിൽ എന്താണേലും ഈ ആന്ധ്രയ്ക്കും ബീഹാറിനും പോയ പൈസ ഒരു മതത്തിനോ ഒരു ജാതിക്കോ അല്ലല്ലോ പോകുന്നത്, അവിടെയുള്ള മുഴുവൻ ജനങ്ങൾക്കും അല്ലേ. ഇപ്പൊ ജലീൽ ഒരു ബില്ല് അവതരിപ്പിച്ചു, മദ്രസക്കാർക്ക് മുഴുവൻ ശമ്പളവും ആനുകൂല്യങ്ങളും കൊടുക്കുന്നു എന്ന് പറഞ്ഞ് ബില്ല് അവതരിപ്പിച്ചു. ഒരാൾക്ക് മാത്രമായിട്ട് ഇവിടുത്തെ കേരളത്തിലെ ഹിന്ദുക്കൾ
എന്താണ് ഇത് പെൻഷനാണ്, ക്ഷേമനിധിയും അല്ല പെൻഷനും. അല്ല മരിച്ച ക്ഷേമനിധി എന്ന് പറഞ്ഞാൽ മരിച്ചാൽ വരെ ആനുകൂല്യം, മരിച്ചാൽ ആനുകൂല്യം, പെണ്ണെ കെട്ടിക്കാൻ ആനുകൂല്യം, പലിശ ഇല്ലാതെ ലോണ്, വായ്പ, ഇതെല്ലാം ഗവൺമെന്റ് ഇതെല്ലാം അതിൻ്റെ അകത്തൊരു IAS-കാർക്ക് ഇല്ലാത്ത ആനുകൂല്യങ്ങൾ വരെ അതിൻ്റെ അകത്തുണ്ട്. IAS IPS-കാർക്ക് ഇല്ലാത്ത വരെ ആനുകൂല്യങ്ങൾ വരെ ഉണ്ട്. എങ്ങനെയാ കോമൺ ഫണ്ട് എടുത്ത് ഒരു മതത്തിന് മാത്രമായിട്ട് ഇന്ത്യയിൽ ഉപയോഗിച്ചത്? ഈ രണ്ട് മുസ്ലിം ലീഗുകാർ ശരിക്കും ചെയ്യേണ്ടത് ഇന്ന് BJP-ക്കാർ 2 മുസ്ലിം ലീഗുകാരെ വിളിച്ചു വരുത്തിയിട്ട് ആ 2 MP അവിടെ കയറി ഇരിപ്പുണ്ട്. ഈ ഒരു ചേട്ടായിക്ക് വന്നേ, ചേട്ടന്റെ നാട്ടിൽ എങ്ങനെയാ ഇത് വന്നത്, മതാടിസ്ഥാനത്തിൽ എങ്ങനെയാ ഡിവിഷൻ വന്നത്, അതിന്റെ ഉത്തരം പറഞ്ഞിട്ട് പോയാൽ മതി എന്നും പറഞ്ഞ് ആ 2 പേരെ അവിടെ തടയുക ചെയ്യേണ്ടത്. സമരം നടത്തിയാൽ ആദ്യം ഈ ബില്ല് അവതരിപ്പിച്ച മാർക്സിസ്റ്റ് പാർട്ടിയുടെ MP-മാരുണ്ട് 3-4 പേര് രാജ്യസഭയിലും, ഒരു കനൽത്തരി ഒരുത്തൻ പോയിട്ടുണ്ട് രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞ്. ആ രാധാകൃഷ്ണനെയൊക്കെ പിടിച്ച് പാർലമെന്റിലോട്ട് നിർത്തിയിട്ട് കോളറിന് പിടിച്ചിട്ട് ജലീലിന്റെ ബില്ല് അങ്ങ് വായിച്ചു കേൾപ്പിക്കണം. എങ്ങനെയാ നിങ്ങൾ പാസ്സാക്കിയെന്ന് ചോദിക്കണം. ഇതിന് പിന്തുണച്ചവരാണ് UDF-കാര്. ഇവിടുന്ന് പോയിട്ടുള്ള 18 UDF-ന്റെ പുങ്കന്മാര് ഈ ജലീലിന്റെ ബില്ലിനെ പിന്തുണച്ചവരാണ്. മതാടിസ്ഥാനത്തിൽ കേരളത്തിൽ ജില്ല കൊടുത്തിട്ടുണ്ട്. ഒരു MLA പിന്തുണയ്ക്കുന്നതിന്റെ പേരില് മന്ത്രിസഭ വീഴാണ്ടിരിക്കാൻ പത്തനംതിട്ട ജില്ല കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇവിടെ രാഷ്ട്രീയപരമായിട്ട് ഇന്ത്യയിൽ ഈ കഴിഞ്ഞ 75 വർഷത്തിന്റെ ഇടയിൽ പിന്തുണ കിട്ടുന്നതിന് വേണ്ടി പലരുടെയും ഡിമാൻഡുകൾക്ക് വഴങ്ങിയിട്ടുണ്ട് കൂട്ടുകക്ഷി രാഷ്ട്രീയം. അതുപോലെ രാജ്യം മുഴുവൻ കൊള്ളയടിച്ചോണ്ടിരുന്നപ്പം, ഓരോ പാർട്ടി കൊള്ളയടിച്ചോണ്ടിരുന്നപ്പം, ലാലുവും വേലുവും ഒക്കെ കൂടെ കൊള്ളയടിച്ചോണ്ടിരുന്നപ്പം മൻമോഹൻ സിംഗിനോട് ചോദിച്ചു, നിങ്ങൾ ഇതിന്റെ നേതാവല്ലേ, ഇതെങ്ങനെയായി രാജ്യം ഇങ്ങനെ അത് കൊയലീഷൻ ധർമ്മമാണെന്നാണ് പറഞ്ഞത്. ഏത് രാജ്യം കൊള്ളയടിക്കാൻ വിട്ടുകൊടുത്തതിനെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി, ഏറ്റവും നാണംകെട്ട പ്രധാനമന്ത്രിയായ മൻമോഹൻ സിംഗ് ന്യായീകരിക്കുന്നത് അത് കൂട്ടണി ധർമ്മം. തമിഴിൽ പറയുന്നതാണ് കൂട്ടണി ധർമ്മം. അതായത് നമ്മൾ മുന്നണിയായിട്ടിരിക്കുമ്പം ആ മുന്നണി പറയുന്നവർ കേൾക്കേണ്ടി വരും. അതുകൊണ്ട് അവരുടെ അഴിമതി ചോദ്യം ചെയ്തു. ഇതിൻ്റെ അകത്ത് വേറെ അഴിമതി ഒന്നുമില്ല. 1-2 പ്രോജക്റ്റുകൾ അവരുടെ സാങ്ഷൻ ചെയ്തു. അതിൻ്റെ അകത്ത് സ്പെഷ്യൽ സ്റ്റാറ്റസ് സ്പെഷ്യൽ അലോട്ട്മെന്റ് എന്നോ അല്ലെങ്കിൽ പ്രിഫറൻഷ്യൽ അലോട്ട്മെന്റ് എന്നോ പറയേണ്ടി വരും. പ്രിഫറൻഷ്യൽ. ഇനി ഒരു കാര്യമുണ്ട്, ഇനിയും 4 ബജറ്റും കൂടെ ഉണ്ട്. ആർക്കെങ്കിലും ഗവൺമെന്റ് വേറെ ഏതെങ്കിലും ഗവൺമെന്റിന് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ആവശ്യപ്പെടുക. ഇപ്പൊ AIMS ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് കേരളത്തിൽ അലോട്ട് ചെയ്തിട്ട് 6 വർഷമോ 7 വർഷമായി സ്ഥലം എടുത്തു കൊടുത്തിട്ടില്ല. 20 MP-മാരും തമ്മിൽ തർക്കമാണ്, ഗവൺമെന്റ് തമ്മിൽ തർക്കമാണ്. രണ്ടാമത്തെ കേരളത്തിന് അല്ല, ഒറ്റ കാര്യം കൂടെ പറഞ്ഞു നിർത്താം. കേരളത്തിന് ആവശ്യം ഉണ്ടായിരുന്നെങ്കിൽ, ബുദ്ധി എന്ന് പറയുന്നത് അല്പം ഉണ്ടായിരുന്നെങ്കിൽ നടക്കാൻ പറ്റുന്ന എന്തെങ്കിലും പ്രോജക്റ്റ് കൊടുത്തിരുന്ന ഇപ്രാവശ്യം ബജറ്റിൽ കയറിയാന്. കേരളം അത് ചെയ്തിട്ടില്ല. പ്രതിപക്ഷവും ചെയ്തിട്ടില്ല, MP-യും ചെയ്തിട്ടില്ല, ഒരുത്തരും ചെയ്തിട്ടില്ല. ഇപ്പൊ തൃശ്ശൂർ സ്ഥലം എടുത്ത് കൊടുത്തെങ്കിൽ തൃശ്ശൂർ AIMS കിട്ടിയാന്. അത് കൊടുക്കത്തില്ല. പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? ഇത് പ്രോജക്ട് നടന്നാൽ ക്രെഡിറ്റ് കേന്ദ്രത്തിന് പോകും. അതുകൊണ്ട് പ്രോജക്ട് വേണ്ട എന്ന് പറഞ്ഞിട്ട് ബജറ്റ് ചർച്ചയുടെ 2ാം ഭാഗം എന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഇത് തന്നെയാണ്. സർ, കേരളത്തിന് ഇതുപോലെ ഒരു പ്രത്യേക പരിഗണന കിട്ടാൻ, ഇപ്പോൾ 2 കേന്ദ്രമന്ത്രിമാരുണ്ട്, ഒരാളെ നമ്മൾ തിരഞ്ഞെടുത്ത് അയച്ച മന്ത്രി തന്നെയാണ്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ കേരളത്തിൻ്റെ ഈ വിലാപം അവസാനിപ്പിക്കാൻ, കേരളം ആര് ഭരിച്ചാലും ഈ കേന്ദ്രത്തിൻ്റെ അവഗണന എന്ന ഒരു വിലാപം അവസാനിപ്പിച്ച് കിട്ടാൻ സ്റ്റാൻലി സാറിൻ്റെ ഒരു നിർദ്ദേശങ്ങൾ എന്താണ്? അതായത് ഈ 1956 തുടങ്ങി ഇത്രയും നാളില് കോൺഗ്രസിനാണ് കേരളം പൊതുവെ വോട്ട് ചെയ്തുകൊണ്ടിരുന്നത്. 1 പ്രാവശ്യമൊക്കെ മാറി വോട്ട് ചെയ്തിട്ടുണ്ട്, വളരെ അപൂർവമായിട്ട്. 8 മന്ത്രി ഉണ്ടായിരുന്നു UPA മന്ത്രിസഭയിൽ 2009 തുടങ്ങി 14 വരെ. 8 മന്ത്രി. എന്തെങ്കിലും കേരളത്തിന് കിട്ടിയോ? ഒന്നും കിട്ടിയില്ല. 8 മന്ത്രി ഉണ്ടായിരുന്ന അവസ്ഥയാണ്. എല്ലാവരും എലക്ട് ചെയ്യപ്പെട്ടവരായിരുന്നു. ആരും ഓട് പൊളിച്ചു വന്നതോ ഒന്നുമല്ല, എല്ലാവരും എലക്ട് ചെയ്യപ്പെട്ടവരായിരുന്നു. ഒന്നും കിട്ടിയില്ല. എന്തേലും ഇവിടുത്തെ മീഡിയയോ ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ തമ്മിലടിച്ചാലും ഡൽഹി പോയി UPAയിൽ കമ്മ്യൂണിസ്റ്റും കോൺഗ്രസും ഒറ്റക്കെട്ടാണ് അന്നും ഇന്നും. ഇവരെ കൊണ്ട് വല്ലതും ചെയ്യാൻ പറ്റുമോ? ഒന്നുമില്ല. എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു ഇവിടെ ഭയങ്കര അവഗണനയാണ്, കോൺഗ്രസും ഇന്ദിരാഗാന്ധിയൊക്കെ ഏകാധിപതികളാണ്, തേർഡ് ഫ്രണ്ടിന്റെ ഭരണം വന്നു കഴിഞ്ഞാൽ കേരളം രക്ഷപ്പെടുമെന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അങ്ങനെ മൊറാർജിയുടെ ഭരണം വന്നു, അത് കഴിഞ്ഞ് പിന്നെ VP സിംഗിന്റെ ഭരണം വന്നു, ഗുജറാളിന്റെ ഭരണം വന്നു, ചന്ദ്രശേഖരന്റെ ഭരണം വന്നു, മൂന്നാം മുന്നണി ദേവഗൌഡയുടെ ഭരണം വന്നു. അങ്ങനെ 3ാം മുന്നണിയുടെ കുറെ വന്നു. വല്ലതും കിട്ടിയോ? ഒന്നും കിട്ടിയില്ല. അപ്പൊ അതുകൊണ്ട് കേരളത്തിന് ഇപ്പൊ അനുവദിച്ച ഒരു കാര്യം, വാജ്പേയി ഗവൺമെന്റ് അനുവദിച്ച ഒരു കാര്യമുണ്ട്. ശബരി റെയിൽവേ സ്ഥലം എടുത്തു കൊടുത്തോ? ഇല്ല, സ്ഥലം എടുത്തു കൊടുത്തില്ല. 2004 BJP-യുടെ ഭരണം പോയപ്പം ഒരു പ്രോജക്റ്റ് പ്രതികാര ബുദ്ധിയോടെ ഇടതിനും വലതിനും കൂടെ ചേർന്ന് സോണിയാഗാന്ധിയുടെ നേതൃത്വത്തിൽ ക്യാൻസൽ ചെയ്തു. അതാണ് ശബരി റെയിൽവേ.
ശബരിമലയോടുള്ള അരിശം കൊണ്ടാണ്, കേരളത്തിലെ ഹിന്ദുക്കളോടുള്ള ആ വെറുപ്പ് കൊണ്ട് ചെയ്ത പരിപാടിയാണ്. അതായത് ഒരു ഗവൺമെന്റ് പുതുതായിട്ട് കയറുമ്പം ഒരു പദ്ധതി നടപ്പിലാക്കാണ്ടിരിക്കുകയോ ഒക്കെ ചെയ്യാം, അല്ലാണ്. പക്ഷെ അതിനെ ക്യാൻസൽ ചെയ്ത് കളയുക എന്ന് പറയും. ഒന്നും നടന്നില്ല. ആകെ 8 കിലോമീറ്റർ അങ്കമാലിയിൽ നിന്ന് കാലടി വരെയാണ് ലൈൻ വന്നത്. അത് കഴിഞ്ഞപ്പോൾ ആ പ്രോജക്ട് ക്യാൻസൽ ചെയ്ത് കളഞ്ഞു അന്നത്തെ UPA ഗവൺമെന്റ്. മൃഗീയമായിട്ട് സ്ഥലം കേരളം എടുത്ത് കൊടുത്തില്ല. LDF-ഉം UDF-ഉം ഇതിന്റെ ഇടയ്ക്ക്, ഇത് 2004 LDF-ഉം UDF-ഉം മാറി മാറി ഭരിച്ചു. ഈ സ്ഥലം എടുത്ത് കൊടുത്തില്ല. അപ്പൊ ഇതുപോലത്തെ കള്ളത്തരങ്ങളല്ലാതെ കേരളം ഒരിക്കലും ക്രെഡിബിൾ ആയിട്ട് കേന്ദ്രത്തിന്റെ കൂടെ, ഇപ്പൊ LDF വന്നാലും UDF വന്നാലും ജോയിന്റ് ആയിട്ട് കേന്ദ്രത്തിന്റെ കൂടെ നിൽക്കുന്ന ഒരു സാഹചര്യമില്ല. ഇതേ സമയത്ത് തമിഴ്നാട്ടിൽ ADMK-യും DMK-യും മാറി മാറി ഭരിച്ചെങ്കിലും കേന്ദ്രത്തിന്റെ എല്ലാ പ്രോജക്റ്റുകളും അവിടെ നടന്നു. AIMS ഇപ്പം മധുരയിൽ പണി തീരാറായി. അവിടെ എവിടെ സ്ഥാപിക്കണം എന്നുള്ളതിനെ സംബന്ധിച്ച് തർക്കം ഉണ്ടായിരുന്നു. പക്ഷെ അവരത് സോൾവ് ചെയ്ത് മധുരയിൽ സ്ഥലം എടുത്തു കൊടുത്ത് പണി തീരാറായി. കേരളത്തിൽ ഇന്ന് വരെ സ്ഥലം ഫിക്സ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഒറ്റ കാര്യമുള്ളൂ, തൃശ്ശൂർ മണ്ഡലത്തിൽ സ്ഥലം എടുത്തു കൊടുത്താൽ AIMS വരും. പക്ഷേ ഇടതനും വലതനും ഒരു കാരണവശാലും തൃശ്ശൂർ സമ്മതിക്കത്തില്ല. പക്ഷേ തൃശ്ശൂർ വികസനം വരുന്നില്ല എന്ന് പറഞ്ഞ് മുതല കണ്ണീർ ഒഴുക്കിക്കൊണ്ടിരിക്കും. തൃശ്ശൂർ വരേണ്ട വികസനവും തൃശ്ശൂരുകാർക്കുള്ള വികസനവും ഒക്കെ കൊടുക്കാൻ കേന്ദ്രത്തിന് അറിയാം. അത് ഹെലികോപ്റ്ററെ കൊണ്ടുവന്നാണേലും കൊടുക്കുകയും ചെയ്യും. അതിനുള്ള കപ്പാസിറ്റിയൊക്കെ കേന്ദ്ര ഗവൺമെന്റിനുണ്ട്. പക്ഷെ അത് ഈ അര ബജറ്റിൽ പല കാര്യങ്ങളും ഇല്ല. ഇനി അടുത്ത ബജറ്റ് ഇപ്പൊ 6 മാസം കഴിയുമ്പോൾ ഫുൾ ബജറ്റ് വരുന്നുണ്ട് ഫെബ്രുവരിയിൽ. അതുപോലെ IIT കുറെ കാലമായിരുന്നല്ലോ പറയുന്നല്ലോ സർ. IIT പാലക്കാട് എങ്ങാണ്ട് ഒരെണ്ണം ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ചെറിയ തോതിൽ, വലിയ തോതിലായിട്ടില്ല. ഉണ്ട്, പാലക്കാട് ഉണ്ട്. പക്ഷെ അത് പൂർണ്ണമായിട്ട് മറ്റേ IIT-കളെ പോലെ വേറൊരു ലെവലിലോട്ട് വന്നിട്ടില്ല എന്നുള്ളതേ ഉള്ളൂ. ഇപ്പൊ AIMS ആണ് ശരിക്കും ഇപ്പൊ IIT-യെക്കാട്ടിലും നമുക്ക് ആവശ്യം. IIT ആവശ്യമുണ്ട്. IIT-യെക്കാട്ടിലും നമുക്ക് ആവശ്യം AIMS ആണ്. AIMS ആണ് വേണ്ടത്. അതിന് തൃശ്ശൂർ മണ്ഡലത്തിൽ സ്ഥലം എടുത്തു കൊടുക്കാനുള്ള സന്മനസ് കാണിച്ചിട്ട് വേണം ഈ പാർലമെന്റിൽ പോയി അവിടെ സമരം ഉണ്ടാക്കാൻ. അതൊരിക്കലും ചെയ്യത്തില്ല. കാരണം എന്താണ്, ഈ എല്ലാം ചില പ്രത്യേക പരിഗണന വെച്ച് കോഴിക്കോട് വേണമെന്നാണ് പറയുന്നത്. കോഴിക്കോടെ പറ്റത്തുള്ളൂ എന്നാണ് പറയുന്നത് AIMS. ഇതെല്ലാം എന്താന്ന് ചോദിച്ചാൽ കേന്ദ്രത്തിനെതിരെ നിഷേധാത്മക സമീപനം സ്വീകരിക്കുന്ന കേരളത്തിന് ഒരു കാര്യത്തിനും അർഹതയില്ല എന്നുള്ളതാണ് കാര്യം. അർഹത ഇല്ലാണ്ടാക്കുന്നത്. ചോദ്യം ചോദിച്ചോട്ടെ, ഇത് ഒരു ഡബിൾ എഞ്ചിൻ സ്റ്റാറ്റസ് എന്തെങ്കിലും കേരളവും കേന്ദ്രവും തമ്മിൽ ഒത്തുപോകുന്ന ഒരു സ്റ്റാറ്റസ് വരുമോ സമീപകാലത്ത്? ഡബിൾ എഞ്ചിനും വികസനത്തിന് ഒരു ഡബിൾ എഞ്ചിനും വേണ്ട. ഡബിൾ എഞ്ചിൻ എന്ന് പറയുന്നത് ഒരു ആലങ്കാരികമായിട്ടുള്ള പ്രയോഗമാണ്. അതിന് കുറച്ച് ഈസിനെസ് ഉണ്ട്, അത്രേ ഉള്ളൂ. ഇപ്പൊ ഇരിക്കുന്ന കേന്ദ്ര ഗവൺമെന്റിനെ സംബന്ധിച്ച് ഇപ്പൊ ഡബിൾ എഞ്ചിൻ കേരളത്തിൽ ഉണ്ടായിരുന്നു. 1947 തുടങ്ങി ഈ 2014 വരെ ഡബിൾ എഞ്ചിനാണ് ഓടിക്കൊണ്ടിരുന്നത് ഓടിക്കൊണ്ടിരുന്നത്. കേരളം ഭരിക്കുന്നവർ തന്നെയാണ്. കേരളം ഭരിക്കുന്നത് LDF-ഉം UDF-ഉം ചേർന്നാണ്. അവർ തന്നെയാണ് ഡൽഹിയിൽ വരുന്നത്. തമിഴ്നാട്ടില് നോക്കിയേ, തമിഴ്നാട്ടിൽ ഡബിൾ എഞ്ചിൻ ഇല്ലാതെ തന്നെ വികസനം വന്നില്ലേ? വികസനം വന്നു. അപ്പൊ അതുകൊണ്ട് ഒരു ഡബിൾ എഞ്ചിൻ എന്ന് പറയുന്നത് കുറച്ചുകൂടെ സ്മൂത്ത്നെസ് ഉണ്ട്, കുറച്ചുകൂടെ കോർഡിയാലിറ്റി ഉണ്ട് എന്നുള്ളതല്ലാതെ അതിൻ്റെ അകത്ത് പ്രത്യേകിച്ചൊന്നുമില്ല. സ്റ്റേറ്റ് എങ്ങനെ ഇപ്പം പ്രൊജക്ട് ചെയ്യുന്നു, ഓരോ പ്രോജക്റ്റുകൾ എടുത്തുകൊണ്ടുപോയി കേന്ദ്രത്തിൽ നിന്ന് അപ്രൂവൽ വാങ്ങിച്ച് അത് കൃത്യമായിട്ട് കോർഡിനേറ്റ് ചെയ്ത് രാഷ്ട്രീയമായിട്ടുള്ള വൈരാഗ്യം ഇല്ലാതെ, എതിർപ്പില്ലാതെ എങ്ങനെ കാര്യങ്ങൾ കൊണ്ടു നടക്കാമെന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതിൽ ഒറ്റ കാര്യം കൂടെ ഞാൻ പറയുന്നു. ഇപ്പം ഇതേ സമയത്ത് കേരളത്തിന്റെ മുഖ്യമന്ത്രി ഏതെങ്കിലും വിവരമുള്ള കോൺഗ്രസ്സുകാരനും, ഉമ്മൻചാണ്ടിയെ പോലെ ഏതെങ്കിലും വിവരമുള്ള കോൺഗ്രസ്സുകാരനായിരുന്നെങ്കിൽ കുറച്ചുകൂടെ കേന്ദ്രമായിട്ട് കോടിയലായിട്ട് നിന്ന് നിങ്ങൾ ഒറ്റ കാര്യം ഓർത്തോ, 2014 തുടങ്ങി 2016 വരെ മോഡി ഗവൺമെന്റും മോഡിയും ഇവിടെ ഉമ്മൻചാണ്ടി ആയിട്ടായിരുന്നു ഇരുന്നത്. ഒരു പ്രശ്നവും ഇല്ലായിരുന്നല്ലോ. മോഡി ഉമ്മൻചാണ്ടി തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നോ? മോഡി പ്രധാനമന്ത്രിയാണെന്ന്, നരേന്ദ്രമോദി പ്രധാനമന്ത്രിയാണെന്ന് അംഗീകരിക്കുന്ന മുഖ്യമന്ത്രിയായിരുന്നു ഉമ്മൻചാണ്ടി. പക്ഷേ അത് സർ, മറ്റു പലരോടും വലിയ ധാർഷ്ട്യവും ധിക്കാരവും ഒക്കെ കാണിക്കുമ്പോഴും പിണറായി വിജയൻ നരേന്ദ്രമോദിക്ക് ഡ്യൂ റെസ്പെക്ട് കൊടുക്കുന്നത് നമ്മുടെ പൊതു വേദികളിൽ നമ്മൾ കണ്ടിരുന്നല്ലോ സർ. അവർ തമ്മിൽ വലിയ വിരോധമൊന്നും കാണാറില്ല. അതാണ് അദ്ദേഹത്തിന്റെ ഡിപ്ലോമസി. അദ്ദേഹം അത് കൃത്യമായിട്ട് പൊതുവേദിയിൽ കാണിക്കുന്നില്ല. പക്ഷേ ഈ പിണറായി വിജയന്റെ താഴെ ഇരിക്കുന്നവരൊക്കെ പാർട്ടി ക്ലാസ് അന്തംഗമ്മികളാണ്. അവരെല്ലാ കാര്യങ്ങളും, അതായത് ഗവൺമെന്റ് എന്തെങ്കിലും ചെയ്യാൻ ശ്രമിച്ചാൽ അത് പൊളിച്ച് കൈ കൊടുക്കും. എന്ത് പരിപാടി? ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഈ സിൽവർ ലൈൻ എന്നും പറഞ്ഞ് കേന്ദ്രം എടുത്ത് അറബിക്കടലിലിട്ട സാധനമായിട്ട് വീണ്ടും തള്ളിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത പ്രോജക്റ്റ് കൊണ്ടുവന്ന് ഇപ്പം കേരളത്തിൽ ഇപ്പൊ റെയിൽവേ വികസനത്തിന് ഇഷ്ടം പോലെ സ്കോപ്പ് ഉണ്ട്. നിലമ്പൂർ നഞ്ചൻഗഡ് ലൈന്, തലശ്ശേരി മൈസൂർ ലൈന്,
പിന്നെ ശബരി റെയിൽവേ, ഇങ്ങനെ ഇതുണ്ട്. ഇതൊക്കെ വാങ്ങിച്ചെടുക്കാം. ചെയ്തോ, ഇതിലേതായാലും നല്ല കാര്യങ്ങൾ ഇവർ ചെയ്തോ. അതുപോലെ റോഡുകളുടെ പ്രോജക്റ്റുകൾ ഇപ്പോൾ ഒരെണ്ണം വളരെ ഇത്രയും കഷ്ടപ്പെട്ടാണ് ഇപ്പോൾ എന്താണ് പാറശാല തുടങ്ങി കാസർഗോഡ് വരെയുള്ള ആ ഒരു റോഡ് ഇപ്പം പണിതുകൊണ്ടിരിക്കുന്നത്. ആകെ അത് കൃത്യമായിട്ട് ആ പരിപാടി പോകുന്നുണ്ട്. വിഴിഞ്ഞം പ്രോജക്റ്റ് നേരത്തെ ഗവൺമെന്റ്, ഉമ്മൻചാണ്ടി ഗവൺമെന്റ് കൊണ്ടുവന്നാണ്, ഇവർ കണ്ടിന്യൂ ചെയ്തു. കണ്ണൂർ വിമാനത്താവളത്തിന് അതിനെ ഡെവലപ്പ് ചെയ്യാനുള്ള കാര്യത്തിൽ അതിലൊന്നും ഒരു കോർപ്പറേഷൻ നടന്നിട്ടില്ല. ശരിക്കും കണ്ണൂരിന് അതുപോലെ പൊട്ടൻഷ്യൽ ഉണ്ട്, കണ്ണൂർ വിമാനത്താവളത്തിന്. പക്ഷെ ഇതൊന്നും കേന്ദ്രമായിട്ട് ഇവർ സഹകരിക്കുന്നില്ല എന്നുള്ളതാണ് ഇതിന്റെ ബുദ്ധിമുട്ട്. പിന്നെ അത് ഞാൻ ഈ ബജറ്റിലോട്ട് ഒന്നുകൂടെ തിരിച്ചു വരാം. ബജറ്റ് എന്ന് പറയുന്നത് കേന്ദ്രത്തിൽ എലക്ട് ചെയ്യപ്പെട്ട ഗവൺമെന്റിന്റെ അവകാശമാണ്. അത് പാർലമെന്റ് ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ പാസ്സാവും. ഒരു ബജറ്റ് പാസ്സായില്ലെങ്കിൽ ഗവൺമെന്റ് രാജിവെച്ച് പോകേണ്ടി വരും. അത്രയും ക്രിട്ടിക്കല. ബജറ്റും പാർലമെന്റ് പാസ്സായില്ലെങ്കിൽ രാജിവെച്ച് പോകേണ്ടി വരും. അതുകൊണ്ട് ബജറ്റ് പാസ്സാക്കാനുള്ള നടപടികൾ, കൂടുതൽ അംഗങ്ങൾ പിന്തുണയ്ക്കാനുള്ള നടപടികൾ എടുക്കേണ്ടത് ഗവൺമെന്റിന്റെ കടമയാണ്. അപ്പൊ ആന്ധ്രയിൽ നിന്നും ബീഹാറിൽ നിന്നും ഉള്ള എംപിമാർ പിന്തുണയ്ക്കണമെന്നുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കാനുള്ളത് അത് നിയമപരമായിട്ടുള്ള ഗവൺമെന്റിന്റെ ബാധ്യതയാണ്. അതിന്റെ അകത്ത് ആരും കിടന്ന് മോങ്ങിക്കൊണ്ടോ കരഞ്ഞോണ്ടോ ഒന്നും ഒരു കാര്യവുമില്ല. ഇപ്പം നമുക്ക് ഇരിക്കുന്ന മിനിസ്റ്റർ എന്ന് പറയുന്നത് ഒരു മിനിസ്റ്റർ, അതായത് നിർമ്മലാ സീതാരാമൻജി ഒരു വീട്ടിലെ അമ്മയെ പോലെ വരുമാനം കൃത്യമായിട്ട് സൂക്ഷിച്ചു വെക്കുകയും അത് ആ വീടിന്റെ അഭിവൃദ്ധിക്ക് വേണ്ടി ഉപയോഗിക്കുകയും ചെയ്യുന്ന ഒരു അമ്മ റോളിലാണ് അവർ 5-6 വർഷമായിട്ട് തിളങ്ങുന്നത്. അതിന്റെ ഗുണം നമ്മുടെ എല്ലാ സാമ്പത്തിക രംഗത്തും കാണാനുണ്ട്. അമ്മ എല്ലാ മക്കളോടും നീതി കാണിക്കണം എന്ന നിലവിളിയാണ് ഇപ്പോൾ മുഴങ്ങുന്നത്. അല്ല, ഇതിനകത്ത് ഒരാൾക്ക് രോഗം വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും മരുന്ന് കൊടുക്കാൻ പറ്റത്തില്ല. രോഗിക്കാണ് വൈദ്യനെ കൊണ്ട് ആവശ്യമെന്നാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. ബീഹാറും ആന്ധ്രയ്ക്കും ഈ ഒരു പ്രാവശ്യം അവർക്കൊരു പ്രിഫറൻസ് കൊടുത്തു, അത്രേ ഉള്ളൂ. അല്ലാണ്ട് കേന്ദ്രത്തിനെ സംബന്ധിച്ചിടത്തോളം 10 വർഷം ക്ലീൻ ട്രാക്ക് റെക്കോർഡുണ്ട്. ആരോടും പ്രീണനവും പരിപാടിയൊന്നുമില്ല. അപ്പൊ അവർക്കൊരു ഈ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത് കൊടുക്കേണ്ടി വന്നു. അത് ഉണ്ടാക്കിയത് ഇവർക്ക് ഇതിലും വലിയ വാഗ്ദാനമാണ് ഇവരെ അങ്ങോട്ട് മാറ്റാൻ വേണ്ടി, ഇവരെ പ്രധാനമന്ത്രിയും ഡെപ്യൂട്ടി പ്രധാനമന്ത്രിയും ആക്കാമെന്ന് പറഞ്ഞ് ഇതിലും വലിയ വാഗ്ദാനമായിരുന്നു കോൺഗ്രസ് കൊടുത്തു വെച്ചിരുന്നത്. അത് ഫലിച്ചില്ല. ഇവരങ്ങോട്ട്, അതായത് ഇപ്പം കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കാണിക്കുന്ന ഈ അലർജി എന്ന് പറയുന്നത് നായിഡുവും നിതീഷും ഇവരുടെ വാഗ്ദാനത്തിൽ വീണില്ല എന്നുള്ള എന്റെ കലിപ്പാണ്. അതായത് ഞങ്ങൾ പ്രധാനമന്ത്രി പദം വാഗ്ദാനം ചെയ്തിട്ട് നീ വന്നില്ല, അതുകൊണ്ട് നിന്നെ സ്റ്റേറ്റിനെ ഞങ്ങൾ നശിപ്പിക്കൂ എന്നുള്ള ഒരു വാശിയാണ്. അതൊന്നും ഇന്ത്യ നടക്കത്തൊന്നുമില്ല. അതായത് ഞങ്ങളുടെ വാഗ്ദാനത്തിൽ നീ വന്നോണം, നീ ഞങ്ങൾ മുഗളന്മാര്, ഞങ്ങളുടെ സാമന്ത രാജാവായിട്ട് നീ ബീഹാറിലും ഇവിടെ ആന്ധ്രയിലും ഇരുന്നാ മതി എന്നുള്ള ആ മുഗൾ ഫിലോസഫിക്ക് ഏറ്റ ഒരടി എന്നുള്ളതേ ഉള്ളൂ. അത് കൃത്യമായിട്ട് നിതീഷിന്റെയും നായിഡുവിന്റെയും ഇന്നലത്തെ റെസ്പോൺസ്. ഇനി ആരും മുഗളന്റെ സാമന്തനായിട്ടൊന്നും ഇനി ഇരിക്കത്തില്ല. അത് ആരെങ്കിലും പപ്പുവിനെയും പാർട്ടിയും പറഞ്ഞ് മനസ്സിലാക്കിയാൽ കൊള്ളാം. ആ സാമന്ത സംവിധാനം ഒന്നും ഇനി നടക്കത്തില്ല. അത് കോൺഗ്രസ്സുകാർ മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. തീർച്ചയായിട്ടും സ്റ്റാൻലി സെബാസ്റ്റ്യൻ സാറിൻ്റെ ടെർമിനോളജി, പ്രത്യേകിച്ച് പൊളിറ്റിക്കൽ സറ്റയർ എന്ന നിലയിൽ നമ്മുടെ പ്രേക്ഷകർക്ക് നന്നായി ആസ്വദിക്കാൻ പറ്റും എന്നാണ് എൻ്റെ വിശ്വാസം. അത്തരത്തിൽ ആസ്വാദ്യകരമായ ഒരു ബജറ്റ് ചർച്ചയായി ഞങ്ങൾ ABC ഇത് പ്രേക്ഷകർക്ക് സമ്മാനിക്കുന്നു. നന്ദി സ്റ്റാൻലി സാർ. ഇന്ത്യ അഭിവൃദ്ധിപ്പെടട്ടെ, ഇന്ത്യ സാമ്പത്തികമായിട്ട് സൂപ്പർ പവർ ആകട്ടെ എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. ഓക്കെ സാർ, നന്ദി. തീർച്ചയായിട്ടും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.